ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. നിങ്ങൾ ഇഗ്നോയിൽ ബികോം കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതൊരു ഡിഗ്രി കോഴ്സാണ്, ബാച്ചുലർ ഓഫ് കൊമേഴ്സ്. ഇതിന് മുന്നേ നമുക്ക് ബികോം ജി എന്നുള്ളൊരു നെയിമിങ്ങിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബികോം എഫ് 4 ഇയർ ഡിഗ്രിയാണ്. ബികോം എഫ് ഒരു 4 ഇയർ ഡിഗ്രിയാണ്. നിങ്ങൾക്ക് 3 ഇയറിൽ ഇത് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബികോം 3 ഇയർ ഡിഗ്രി കിട്ടും. അതെല്ലാം കംപ്ലീറ്റ് 4 ഇയർ ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ബികോം 4 ഇയർ ഡിഗ്രി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീ എന്ന് പറയുന്നത് 4800 രൂപ പ്ലസ് രജിസ്ട്രേഷൻ ഫീ, ഡെവലപ്മെൻറ്റ് ഫീ. ഏകദേശം 4800 നമ്മൾ ഒരു 700 രൂപ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5500 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ്റെ ഫീസ് വരുന്നത്. സെക്കൻഡ് ഇയറിൽ വീണ്ടും 4800, തേർഡ് ഇയറിൽ വീണ്ടും 4800. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇത് സ്പെഷ്യലൈസേഷൻ കൊമേഴ്സ് ആണ് വരുന്നത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മീഡിയം സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു +2 പാസ്സായ ഒരു കുട്ടി, ഏത് സബ്ജക്റ്റിലാണ് എന്നുണ്ടെങ്കിലും +2 പാസ്സായ കുട്ടിക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റഡി സെൻറ്ററിൻ്റെ അണ്ടറിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ് ഇവിടെ ഈ വലതു ഭാഗത്ത് കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്റ്റഡി സെൻറ്റർ തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ആ കോളേജിൽ എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു കോളേജ് ഇതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. നിങ്ങളുടെ വീട് കൊച്ചിൻ്റെ പരിസരത്ത്, ആ ഒരു ഏരിയയുടെ പരിസരത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി സെൻറ്ററിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ വീട് തെക്ക് ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ, തിരുവനന്തപുരം, കോട്ടയം ആ ഒരു ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരുവനന്തപുരത്തിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റഡി സെൻറ്റർ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിനടുത്തുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ ഈ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതുവരെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പമാവും. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് വടകര റീജിയൻ സെൻറ്റർ ആണ്. വടകര റീജിയൻ സെൻറ്റർ ഏകദേശം ഈ ഒരു മലബാർ ഏരിയയിലുള്ള സ്റ്റുഡൻസിന് അവരുടെ വീടിനടുത്തുള്ള ഈ ഒരു സ്റ്റഡി സെൻറ്ററുകളിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കോളേജുകളിലാണ് കേരളത്തിൽ ഈ ബികോം എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബികോം പ്രോഗ്രാംസ് ഇഗ്നോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കുമല്ലോ നിങ്ങളുടെ വീടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വടകര, കൊച്ചിൻ, തിരുവനന്തപുരം ഈ 3 റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഏതെങ്കിലും ഒരു റീജിയൻ സെൻറ്റർ ചൂസ് ചെയ്യുകയും അതിൻ്റെ അണ്ടറിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യുകയും ചെയ്യണം. ഇനി നമുക്ക് ബികോം എഫ്, അതായത് ബികോമിൻ്റെ സബ്ജക്റ്റുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വരുന്ന സബ്ജക്റ്റുകൾ, അതുപോലെ സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് അങ്ങനെ തേർഡ് ഇയർ, ഫോർത്ത് ഇയർ വരെ ഏതെല്ലാം സബ്ജക്റ്റുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ കൊമേഴ്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ ഉണ്ടാകുന്ന സബ്ജക്റ്റുകളാണ് BCOC 132, BCOC 131, BRL 101, BCOS 186, BEVI 181, BCC 101, BCOS 183, BDSP 101. ഇത്രയും ഈ 8 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടും. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ വരുന്നത് BCOC 134 മാത്തമാറ്റിക്സ് ആണ്, BCOC 133, BPAS, PGI 182, BCOS 184, BCOS 185, BCOC 136, BCI 141. ഇത്രയും സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പിന്നെ തേർഡിൽ വരുന്ന 137, 35, 38. അതുപോലെ DMS 1, CPI 102, BPCS അങ്ങനെ 3 വർഷത്തെയും സബ്ജക്റ്റുകൾ പരിചയപ്പെട്ടു. ഇനി നിങ്ങൾ
ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എന്താണ് തേർഡ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഡിഗ്രി എക്സിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 3 വർഷത്തെ എന്താ ബികോം 3 വർഷത്തെ ഡിഗ്രി നിങ്ങൾക്ക് ലഭിക്കുന്ന ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ 4th ഇയർ കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഇയർ ഡിഗ്രിയാണ് ലഭിക്കാൻ പോകുന്നത്. 4th ഇയറിൽ വരുന്ന സബ്ജക്റ്റുകളാണ് ഇത്രയും സബ്ജക്റ്റ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കൊരു കൊമേഴ്സ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ബികോം എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ PDF ബുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കോപ്പിന് ശേഷം നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സബ്ജക്റ്റുകൾ എന്താണ് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ പുസ്തകം നമുക്കിങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതാണ് ഈ ഒരു പുസ്തകം. ഇങ്ങനെ ഇഗ്നോയുടെ പുസ്തകത്തിൽ എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബികോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ രജിസ്ട്രേഷൻ ചെയ്തു തരണമെങ്കിലും ബന്ധപ്പെടാം. അതുപോലെ മറ്റുള്ള അസൈൻമെൻറ്റ് സപ്പോർട്ടുകൾ, ക്ലാസ്, അക്കാദമിക് സപ്പോർട്ട് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എജുഫിക്സ് അക്കാദമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഇഗ്നോയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.